അവകാശ ലംഘനങ്ങൾ ആരോപിച്ച് ഇസ്രായേൽ സൈനിക യൂണിറ്റുകൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കൻ ഗവൺമെന്റ് തയ്യാറെടുക്കുന്നു. ഈ വാർത്തയോട് പ്രതികരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലിന്റെ പ്രതിരോധ സേനയായ നെൽസ യഹൂദ ബറ്റാലിയനെതിരെയാണ് അമേരിക്ക നടപടിയെടുക്കാൻ പദ്ധതിയിടുന്നതായിട്ടുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. യഹൂദ പെസഹ ദിനത്തിന് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ഒരു യൂണിറ്റിനെതിരെ ഉപരോധം ഏർപ്പെടുത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ താൻ അതിനെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നേരിടുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമത്തിന്റെ തത്വങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ ഒരു സജീവ പോരാട്ട സംഘമാണ് നെൽസ യഹൂദ ബറ്റാലിയനെന്നും ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്ന നടപടികൾക്കെതിരെ ശക്തമായി പോരാടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹമാസിനെതിരെ സൈനിക നടപടികൾ ശക്തമാക്കുകയും 133 ബന്ദികളെ ഉടൻ മോചിപ്പിക്കുമെന്നും നെതന്യാഹു ആവർത്തിച്ചു. വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന നെൽസ യഹൂദ ബറ്റാലിയനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. പിന്നാലെ പ്രതികരണവുമായി ഇസ്രായേൽ സൈന്യവും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് ഉപരോധത്തെക്കുറിച്ചുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നും ഇക്കാര്യത്തിൽ എന്തെങ്കിലും അസാധാരണ സംഭവങ്ങൾ ഉണ്ടായാൽ ഇസ്രായേൽ സൈന്യം അതിനെതിരെ നിയമപരമായി പ്രവർത്തിക്കുമെന്നും സൈന്യം വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.